And next is type function. Type is a built-in function which is used to check the type of an object. We are giving an object to the type function as an argument, and it will return the type of the object. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ചെയ്യുന്നത് അതൊരു ബിൽറ്റ്-ഇൻ ഫങ്ഷനാണ്. ബിൽറ്റ്-ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൻ്റെ കൂടെയുള്ള പൈത്തൺ ഇൻ്റർപ്രിറ്ററിനകത്തുള്ള അല്ലെങ്കിൽ പൈത്തണിൻ്റെ ഇൻ്റർപ്രിറ്ററിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഫങ്ഷനാണ് ടൈപ്പ് ഫങ്ഷൻ. നമ്മൾ അങ്ങനെ പറയാം ബിൽറ്റ്-ഇൻ ഫങ്ഷൻ എന്ന് പറയാൻ കാരണം യൂസറിന് ഫങ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് യൂസർ ഡിഫൈൻ ഫങ്ഷൻ തന്നെ പറയാം. ഇത് ബിൽറ്റ്-ഇൻ ഫങ്ഷൻ തന്നെ പൈത്തൺ ലാംഗ്വേജിനകത്തുള്ള ഫങ്ഷനാണ് built-in function ആണ്. So type is a built-in function which is used to check or evaluate the type of an object. ഏത് ടൈപ്പാണ് ഒബ്ജക്റ്റ് എന്ന്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ define a variable x as an integer and you are giving or you are trying to test the type of a x, and type function will return string. മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഏതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളതാണ് ആക്ച്വലി അത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് ഒബ്ജക്റ്റ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അല്ല ഒബ്ജക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടാണ്. എന്താണ് ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുക? ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സ്ക്വയർ ബ്രേസിനകത്ത് കൊടുക്കുന്നതാണ് എന്ത് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ടൈപ്പ് നിങ്ങൾക്കറിയാം, ടൈപ്പ് എന്ത് ചെയ്യാനുള്ളതാണ്, വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. എന്തിൻ്റെ ടൈപ്പ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇങ്ങനെ നമ്മൾ പറയും, ഇത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിപ്പോൾ ഏതിൻ്റെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഒബ്ജക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കണം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേസിനകത്താണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് എന്ന് കൊടുത്തു. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു വേരിയബിളാണ്. ആ വേരിയബിൾ പല ടൈപ്പ് ആവാം, പല ഡാറ്റ ടൈപ്പിനകത്താവാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറേ ഡാറ്റ ടൈപ്പ്, സ്ട്രിങ്, ക്യാരക്ടർ, നമ്പർ, ലിസ്റ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി, ബൂളിയൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ സാധനം ടൈപ്പ് ഫംഗ്ഷൻ ചെക്ക് വെദർ എക്സ് ബിലോങ്സ് ടു ഏത് ഡാറ്റ ടൈപ്പാണെന്ന്, വിച്ച് ബിലോങ്സ് ടു വിച്ച് ഡാറ്റ ടൈപ്പ്. അതാണ് ആക്ച്വലി ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രേസിനകത്ത് കൊടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പോൾ ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? ആർഗ്യുമെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പാസ് an argument, then argument എന്ന് പറയാം. അപ്പം ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യും. സോ ടൈപ്പ് ഫംഗ്ഷൻ വിൽ റിട്ടേൺ the type of an object given as an argument. ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്ന് റിട്ടേൺ ചെയ്യും. എങ്ങനെ ഇത് റിട്ടേൺ ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. സോ ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിന് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പാണെന്ന് ചെക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ അത് ലിസ്റ്റ് ആയിരിക്കാം, സ്ട്രിങ് ആയിരിക്കാം, നമ്പർ ആയിരിക്കാം, എന്തായിരിക്കാം. ആ നമ്പർ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ വൈനകത്ത് എന്താ ഉണ്ടാവുക, ദ ടൈപ്പ് ഓഫ് എക്സ്, വാട്ട് കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പ് ഇറ്റ് ഈസ് എന്നുള്ളതാണ് ആക്ച്വലി എന്തിനകത്തേക്ക് സ്റ്റോർ ചെയ്യുക, വൈനകത്തേക്ക് സ്റ്റോർ ചെയ്യുക. സോ ടൈപ്പ് ഈസ് എ built-in function which evaluate or which returns the data type of an object given as an argument. Argument ആയിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. ഇവിടെ എഴുതിയിട്ടുണ്ട്, type is a method that returns the class type of the argument
passed as a parameter. Type function is mostly used for debugging purpose, and its main function or its main purpose is for debugging purpose. What is the debugging? Debugging means find out the bug means error. So debugging means find out the errors in a program. അപ്പോൾ പ്രോഗ്രാമിനകത്ത് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി എന്ത് യൂസ് ചെയ്യാം, ടൈപ്പ് എന്നാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്പ്രഷന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കും. ആ ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ടാണോ വാല്യൂ വരുന്നത് നോക്കും. അങ്ങനെ നമുക്ക് ഫൈനലി എന്ത് വാല്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എവിടെയാണ് എറർ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? സോ ടൈപ്പ് ഈസ് എ built-in function that evaluate or that returns the type of an object given as an argument. Two different types of arguments can be passed to type function. അത് രണ്ട് രീതിയിൽ നമുക്ക് ടൈപ്പ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ പറ്റും. ഒന്ന് സിംഗിൾ ആൻഡ് 3 ആർഗ്യുമെൻറ്റ്സ്. ഒന്നിക്ക് സിംഗിൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 3 ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇഫ് എ സിംഗിൾ ആർഗ്യുമെൻറ്റ് ടൈപ്പ് ഒബ്ജക്റ്റ് ഈസ് പാസ്ഡ്, സിംഗിൾ ആർഗ്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, ഒബ്ജക്റ്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് റിട്ടേൺസ് ദി ടൈപ്പ് ഓഫ് എ ഗിവൺ ഒബ്ജക്റ്റ്. നമ്മൾ കൊടുത്തതിൻ്റെ ടൈപ്പ് എന്താണെന്ന് അതെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇഫ് 3 ആർഗ്യുമെൻറ്റ്സ് ടൈപ്പ് നെയിം, ബേസിസ്, ഡിക്ഷണറി ഈസ് പാസ്ഡ്, ഇറ്റ് റിട്ടേൺസ് എ ന്യൂ ടൈപ്പ് ഒബ്ജക്റ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, ഒരു പുതിയ ടൈപ്പ് ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. മനസ്സിലായല്ലേ? അതായത് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 3 ഒബ്ജക്റ്റായിട്ട് കൊടുക്കാം. നോക്കാം നമുക്ക് സിൻടാക്സ് എന്താണ്. 3 ടൈപ്പായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ബേസ് ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് ഈസ് ഡിക്ഷണറി. സോ ഒബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. Mandatory. If one parameter is specified, the type of function returns the type of this object. Type function എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്ന് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. Basis is optional. Specify the base of the class. ക്ലാസ് നമുക്ക് പഠിക്കാത്തതുകൊണ്ട് എന്താണ് ക്ലാസ് എന്നും അതിൻ്റെ ബേസ് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇറ്റ്സ് എൻ ഓപ്ഷണൽ പാരാമീറ്റർ ദാറ്റ് സ്പെസിഫൈ ദി ബേസ് ഓഫ് ദി ക്ലാസ്. നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് ക്ലാസ് അതിൻ്റെ ബേസ് എന്താണെന്ന് കാണിക്കുന്നതാണ് ആക്ച്വലി ഇവിടെ ബേസ് എന്ന് പറയാം. നെക്സ്റ്റ് ഓപ്ഷൻ, അടുത്തതും ഓപ്ഷനാണ്. അതൊരു ഡിക്ഷണറി ആണ് ആക്ച്വലി. സ്പെസിഫൈ ദി നെയിം സ്പേസ് വിത്ത് ഡെഫിനിഷൻ ഫോർ ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ആക്ച്വലി ഇത് ഈ ഡിക്ഷണറി എന്ന് പറയുന്ന സാധനം. നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് സിംഗിൾ ഒബ്ജക്റ്റായിട്ട് നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, 3 ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സിംഗിൾ ഒബ്ജക്റ്റ് ആണ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ എന്ത് മാത്രം മതി, അതിനകത്ത് ഒബ്ജക്റ്റ് മാത്രം മതി. 3 ആർഗ്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും, നെക്സ്റ്റ് ബേസ് ആയിരിക്കും, നെക്സ്റ്റ് ഡിക്ഷണറി ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹിയർ എ ഈസ് എ വേരിയബിൾ which is assigned to apple, banana and cherry. B is hello world, C is 33. X is equal to type function. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഫംഗ്ഷൻ, ടൈപ്പ് എ. ഇപ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്, എ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളാണ്. ആൻഡ് ടൈപ്പ് ഫങ്ഷൻസ് വിൽ ഇവാലുവേറ്റ് ദ ടൈപ്പ് ഓഫ് ദിസ് വേരിയബിൾ എ. ഇത് ഏത് ഡാറ്റ ടൈപ്പിനകത്തുള്ളതാണെന്ന് എന്ത് റിട്ടേൺ ചെയ്യും, ഈ ടൈപ്പ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടു വേരിയബിൾ എക്സ്. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇത് ഏത് ടൈപ്പ് വേരിയബിളാണ്, ഇത് ട്യൂപ്പിളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ട്യൂപ്പിളാണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ക്ലാസ് ട്യൂപ്പിൾ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഇതുപോലെ ഉണ്ടാകും. ഇതുപോലെ ഉണ്ടാകും, ക്ലാസ് ട്യൂപ്പിൾ എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് y is equal to type b. Here also we are using a type function and the argument is b variable. b is a variable that belongs to string. അല്ലേ, ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബിയുടെ വേരിയബിൾ ടൈപ്പ് എന്താണ്,
string ആണ്. So type functions will return string. The short form is string is str. So second output is എന്താണ് class string എന്നായിരിക്കും. Next c is an integer variable. അത് integer variable ആണെന്ന് പറയാനുള്ള കാരണം എന്താ, we are storing 33 into variable c. അപ്പോൾ integer value ആണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. So c is a variable that belongs to integer category. The class is equal to z is equal to type c. So class എന്തായിരിക്കും, എൻ്റെ class എന്തായിരിക്കും, integer ആയിരിക്കും. So if you are using a statement, if you are using a statement like print x എന്നാണെന്നുണ്ടെങ്കിൽ it will print tuple. If you are giving print y, it will print string. If you have print set, it will print integer. Okay, this is the explanation of type function. Another example, type ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു, ടൈപ്പ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു ഈസ് ലിസ്റ്റ്. അപ്പം ഇതൊരു ലിസ്റ്റാണോ എന്നാണ് ആക്ച്വലി തന്നെ ചോദിക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്യാനും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ടൈപ്പ് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രേസസ് ഈസ് എ ലിസ്റ്റ്, അതൊരു ലിസ്റ്റാണോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈസ് നോട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റാണോ എന്നാണ് ആക്ച്വലി അതിൻ്റെ കണ്ടീഷൻ. അതിൻ്റെ ബൂളിയൻ വാല്യൂ എന്താണെന്ന് നോക്കുന്നത്. ഐദർ ഇറ്റ് മേ ബി ട്രൂ ഓർ ഫോൾസ്, രണ്ട് പോസിബിലിറ്റി ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം ലിസ്റ്റ് ആണെന്ന്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. നെക്സ്റ്റ്, ടൈപ്പ് സ്ക്വയർ ബ്രേക്ക് ഈസ് നോട്ട് ലിസ്റ്റ്, ഇത് ലിസ്റ്റാണ്. അപ്പം നോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. So here it will be, the output will be failed, false. Next, type parenthesis is a tuple. നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ tuple ആണ്. So it will print tuple. Type curly braces is a dictionary. Sure, it's a dictionary variable. ഇവിടെ എന്തായിരിക്കും, true print ചെയ്യും. Type dictionary is not list. അറിയാം അത് ഡിക്ഷണറി ആണ്, അതെന്തുകൊണ്ടല്ല. ടൈപ്പ് കേളി ബ്രേസ് ഈസ് നോട്ട് എ ലിസ്റ്റ്, അത് നോട്ട് എ ലിസ്റ്റാണ്. ആക്ച്വലി അതെന്താണ്, ഡിക്ഷണറി ആണ്. നോട്ട് എ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ട്രൂ ആണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ ഹിയർ ഇറ്റ് പ്രിന്റ് ട്രൂ. സോ ദിസ് ഈസ് ദി യൂസ് ഓഫ് ടൈപ്പ് ഫംഗ്ഷൻ. Type function is a built-in function which check whether the given object is a object which evaluate the type of the given object. Okay, next, print function, Python print function. Print is another built-in function which is used to print print the object to a given output device. Normally it is a screen or the text stream file. Print in is a built-in function. That means Python interpreter built-in function in the print. And this function is used to print the object to the standard output. Normal output standard output monitor മോണിറ്ററിനകത്തേക്ക് എന്ത് പ്രിൻ്റ് ചെയ്യും, നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനം എന്താണോ അത് പ്രിൻ്റ് ചെയ്യും. അപ്പം നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് ഒരു വാല്യൂ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, അതൊരു ഫയലിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതായിരിക്കാം. നോർമലി അത് പ്രിൻ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡിവൈസ് ആയിട്ടുള്ള സ്ക്രീനിനകത്തേക്കാണ്. പക്ഷേ വി ക്യാൻ പ്രിൻറ്റ് ആൻ ഒബ്ജക്റ്റ് ഇൻ ടു എ ടെക്സ്റ്റ് സ്ട്രീം. ഒരു ഫയലിനകത്തേക്ക്
ടെക്സ്റ്റ് സ്ട്രീം ഫയലിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. The full syntax of print is print a function. This is print. So print object, then separation and file flush. Then actually complete syntax എന്ന് പറയാം. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റൂൾ ഹൗ ടു ബി എ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ആക്ച്വലി പ്രിൻറ്റിന് തന്നെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആക്ച്വലി പ്രിൻ്റ് തന്നെ. നമ്മൾ പ്രിൻറ്റിൻ്റെ നേരത്തെ അറിയാം നിങ്ങൾക്ക്, പ്രിൻറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻറ്റ് ഹായ്. ഇപ്പം നോക്കിയേ, പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫങ്ഷൻ വിച്ച് യൂസ് ടു പ്രിൻറ്റ് ഹായ് ഇൻറ്റു, ഹായ് ഇസ് ആൻ ഒബ്ജക്റ്റ്, ഹായ് ഇൻറ്റു a standard output, that is screen. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള സ്ക്രീനിനകത്തേക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യും, ഈ ഹായ് എന്ന് പറഞ്ഞ സാധനം പ്രിൻറ്റ് ചെയ്യും. കാരണം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് എന്ത്, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം ഇനി അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഒബ്ജക്റ്റ്, സെപ്പറേഷൻ, എൻഡ്, ഫയൽ, ഫ്ലഷ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലേ. അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. Print parameters, object to printed. Then actually in the object, what kind of data is to be, ഏത് ടൈപ്പ് ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈനലി ഔട്ട്പുട്ടിനകത്തേക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് there may be more than one object. സ്റ്റാർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മോർ ദാൻ വൺ ഒബ്ജക്റ്റ് ഉണ്ടെന്ന്. ഒരു ഒബ്ജക്റ്റിൽ ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സെപ്പറേഷൻ, ആക്ച്വലി ഇറ്റ്സ് എ SCP. ഒബ്ജക്ട്സ് ആർ സെപ്പറേറ്റഡ് ബൈ SCP. നിങ്ങൾ സെപ്പറേറ്റ് തന്നെ പൊസിഷനിൽ എന്താണോ കൊടുക്കുന്നത് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പറഞ്ഞു വി ക്യാൻ പ്രിൻറ്റ് മോർ ദാൻ വൺ ഒബ്ജക്ട്സ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് നമുക്ക് ഒന്ന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റിനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആക്ച്വലി എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറി. നെക്സ്റ്റ് എൻഡ് ഈസ് ദി പ്രിൻറ്റഡ് ലാസ്റ്റ്. എന്താണ് ലാസ്റ്റിൽ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമലി എന്തായിരിക്കും, നെക്സ്റ്റ് ന്യൂ ലൈൻ ക്യാരക്ടർ ആയിരിക്കും, എങ്കിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ലൈനിലേക്ക് പ്രിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നോർമലി അതൊരു ന്യൂ ലൈൻ ക്യാരക്ടർ ആയിരിക്കും. എനിവേ എൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാസ്റ്റിലത്തെ ക്യാരക്ടർ എന്തായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫയൽ മസ്റ്റ് ബി എൻ ഒബ്ജക്റ്റ് വിത്ത് റൈറ്റ് മെത്തേഡ്. അപ്പോൾ ഒരു ഫയലിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഫയൽ ഒബ്ജക്റ്റോ ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആ ഫയലിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഫയലിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. നോർമലി അതൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഈ ഫോർമാറ്റഡ് ഇറ്റ് സേസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വിൽ ബി യൂസ്ഡ് വിച്ച് പ്രിൻറ്റ് ദി ഒബ്ജക്റ്റ് ഓൺ ദി സ്ക്രീൻ. അപ്പം സിസ്റ്റം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള സ്ക്രീനിനകത്ത് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. നമ്മളിങ്ങനെ ഒരു ഫയൽ എന്ന് പറഞ്ഞ സാധനം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് നോർമലി പ്രിൻറ്റ് ചെയ്യുന്നത് എന്തിനകത്തേക്കായിരിക്കും, സ്ക്രീനിനകത്തായിരിക്കും. ഫയൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ഗോ ഓൺലി to the file. മനസ്സിലായില്ലേ. and last option is flush. if true the stream is forcibly flushed. ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫ്ലഷ് ചെയ്തിട്ടുണ്ടാകും. ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് ഫയലിനകത്തേക്കോ നമ്മൾ ഫ്ലഷ് ചെയ്തിട്ടുണ്ടാകും. ഡിഫോൾട്ട് വാല്യൂസ് ഫോൾസ്. അപ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമുക്ക് നോർമലി അത് ട്രൂ ആയിരിക്കും. ഇഫ് ട്രൂ ദി സ്ട്രീം ഈസ് ഫോഴ്സിബിളി ഫ്ലഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആയിരിക്കും തരുന്നത്. ഡിഫോൾട്ട് വാല്യൂ നോർമലി എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും തരുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്തുമാത്രം യൂസ് ചെയ്താൽ മതി, ഒബ്ജക്റ്റും സെപ്പറേഷനും മാത്രം യൂസ് ചെയ്താൽ മതി. ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ, ഈ ഫയലും ഈ എൻഡൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യാറുള്ളൂ.
മനസ്സിലായല്ലേ? sep, end, file and flush are keyword arguments. If you want to use sep argument, you have to use. നമുക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. റിട്ടേൺ വാല്യൂ ഓഫ് പ്രിൻറ്റ്, ഇറ്റ് ഡസൻറ്റ് റിട്ടേൺ എനി വാല്യൂ. റിട്ടേൺ നൺ, അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, നൺ ആണ് റിട്ടേൺ ചെയ്യുന്നത്. നൺ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. നേരത്തെ മാതിരി ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ എന്തുമാത്രം ചെയ്യുന്നില്ല, നമ്മൾ എന്താണോ ഒബ്ജക്റ്റ് കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റ് നേരെ കൊണ്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. How print works in Python? Print Python is fun. A equal to 5. Print A equal to A. ഇങ്ങനെ കൊടുക്കാമെന്നായിരിക്കാം. അവിടെ എന്താ പ്രിൻ്റ് ചെയ്യുക, B equal to A. Then print A, B. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം print Python is fun. ഇവിടെ എന്ത് വരുന്നുണ്ട്, അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ്, ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന സാധനം, ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന പൈത്തൺ ഈസ് ഫൺ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്യും, പൈത്തൺ ഈസ് ഫൺ. നെക്സ്റ്റ് എന്താ, A equal to 5, പ്രിൻറ്റ് A equal to A. A equal to A. അപ്പം A equal to 5 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യണം. A equal to 5 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യണം. കണ്ടല്ലേ, A equal to 5 എന്ന് തന്നെ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് B equal to A. ഇവിടെ വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തു, ബി എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് എയുടെ വാല്യൂ 5 അസൈൻ ചെയ്തു. ഇവിടെ എ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താ വരിക, എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കോട്ട്സിൽ കൊടുത്തിട്ട് സാധനം അതേപോലെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എ ഈക്വൽ ടു എന്ന് ആദ്യം പ്രിൻ്റ് ചെയ്യും അല്ലേ, എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ദെൻ ദ വാല്യൂ ഓഫ് എ ഈസ് പ്രിൻറ്റ്, വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് ഈക്വൽ ടു ബി, സ്കോട്ട്സിലുള്ള എന്താ, ഈക്വൽ ടു ബി, ഈക്വൽ ടു ബി ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് തരും. നോക്കി നോക്കൂ, എ ഈക്വൽ ടു 5 ഈക്വൽ ടു ബി. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് ദ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ദ above program only objects parameter is passed to print function in all 3 print statements. ഇതിനകത്തൊക്കെ നമ്മൾ എന്തേ കൊടുത്തിട്ടുള്ളൂ, ഒബ്ജക്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സെപ്പറേഷൻ ഈസ് യൂസ്, നമ്മളിവിടെ സെപ്പറേഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ ആക്ച്വലി സെപ്പറേഷൻ എന്തായിരുന്നു, ഒരു സ്പേസ് മാത്രമാണ് അല്ലേ സെപ്പറേഷൻ. ഡിഫോൾട്ട് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഓരോന്നിനകത്തും തൊട്ട് മുമ്പ് തന്നെ നോക്കാം നമുക്ക്. ഓരോന്നിനകത്ത് കണ്ടല്ലേ, എ കഴിഞ്ഞിട്ട് സ്പേസ്, അത് കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് സ്പേസ്. ഇവിടെയൊക്കെ സെപ്പറേഷൻ എന്താ, ഓരോ ഒബ്ജക്റ്റ് കഴിയുമ്പോഴും ഇതല്ല ഇവിടെ വരെ അല്ല ഉണ്ടായിരുന്നത്. സെപ്പറേഷൻ കഴിയുമ്പോൾ ഒരു ഇതുണ്ടാവും, സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ ഡിഫോൾട്ട് സെപ്പറേഷൻ ഈസ് സ്പേസ്. എൻഡ് പാരാമീറ്റർ ഈസ് ന്യൂ ലൈൻ ക്യാരക്ടർ. ഇതാണ് ആക്ച്വലി ന്യൂ ലൈൻ ക്യാരക്ടർ. അപ്പോൾ നോർമലി എൻഡ് പാരാമീറ്റർ എന്തായിരിക്കും, ന്യൂ ലൈൻ ക്യാരക്ടറാണ് ഈസ് യൂസ്ഡ്. നോട്ടീസ് ഈച്ച് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേസ് ഇൻ ദി ഔട്ട്പുട്ട് ന്യൂ ലൈൻ. ഇനി ഫയൽ ഈസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഫയൽ എന്തായിരുന്നു, ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള സ്ക്രീൻ ആയിരുന്നു. ഫ്ലഷ് ഈസ് ഫോൾസ്. ഫ്ലഷ് നോർമലി ഡിഫോൾട്ടായിട്ട് എന്താ വരിക, ഫോൾസ് ആണ്. ദ സ്ട്രീം ഈസ് നോട്ട് ഫോഴ്സിബിളി ഫ്ലഷ്ഡ്. ഫോഴ്സിബിളി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഫ്ലഷ് ചെയ്തിട്ടില്ല. ഇനി പ്രിൻറ്റിൻ്റെ എക്സാമ്പിൾ, സെക്കൻഡ് എക്സാമ്പിൾ. എ ഈക്വൽ ടു 5, പ്രിൻറ്റ് എ ഈക്വൽ ടു, ദെൻ എ ഈക്വൽ ടു എന്ന് അതേപോലെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. എ അപ്പോൾ എയുടെ വാല്യൂ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. കോമ സെപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, 5 0. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ, ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇത് വേറൊരു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, 4 0 വെച്ചിട്ടാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പം ഇവിടെ നമുക്ക് കാണാം. ആദ്യം എന്ത് ചെയ്യും, എന്ന് ഇപ്പോൾ ഈ സ്ക്വയർ ബ്രേസിലുള്ള സാധനം പ്രിൻ്റ് ചെയ്യും അല്ലേ, ഈ കോട്ട്സിലുള്ള സാധനം പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തിട്ടോ അപ്പോൾ എന്താ പറയുക, എ ഈക്വൽ ടു എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഓഫ് എ പ്രിൻ്റ് ചെയ്യും. വാല്യൂ എന്താണ്, 5 ആണ്. അപ്പോൾ എയും ഈ ഫസ്റ്റിലത്തെ എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗവും ഈ 5ഉം സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള 5ഉം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 5 zeros വെച്ചിട്ടാണ്. 5 zeros, sorry 1 2 3 4 5, 5 zeros വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവും.
ആൻഡ് ന്യൂ ലൈൻ ക്യാരക്ടർ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ 3 എണ്ണം ഉണ്ടാകും. മനസ്സിലായോ? 3 എന്ന് പറഞ്ഞാൽ ഈ നെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യപ്പോഴും എവിടെ ആയിരിക്കും? 3 ന്യൂ ലൈൻ ക്യാരക്ടർ അതിൻ്റെ ആയിരിക്കും. ഇവിടെ അല്ല, ഒന്നും കൂടെ. ഇവിടെ എന്താ ഉണ്ടാവുക? ഇതേപോലെ തന്നെ എ ഈക്വൽ ടു എയുടെ വാല്യൂ എത്ര? 5 എന്നാണ്. അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? 2 ഒബ്ജക്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു 0 വെച്ചിട്ട്. 0 നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ? എ 505 എ ഈക്വൽ ടു 05. ഇതിനല്ലേ നമ്മൾ എഴുതിയത്? എ ഈക്വൽ ടു 05. ഈ 3 ലൈനും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 ന്യൂ ലൈൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദി ഫങ്ഷൻ ഓഫ് സെപ്പറേഷൻ. ആൻഡ് ഇനി നമുക്ക് ഫ്ലഷിൻ്റെയും ഫയലിൻ്റെയും നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കണ്ട. നമ്മൾ ഫയലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചോളാം. പക്ഷെ എന്നാലും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ. ഇൻ പൈത്തൺ യു ക്യാൻ പ്രിൻറ്റ് ഒബ്ജക്ട്സ് ടു ദി ഫയൽ ബൈ സ്പെസിഫൈങ് ഫയൽ പാരാമീറ്റർ. ഫയൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റെക്കമെൻഡഡ് റീഡിങ് പൈത്തൺ ഫയൽ IO. അത് നോക്കി നിങ്ങൾ സോഴ്സ് ഫയൽ ഈക്വൽ ടു ഓപ്പൺ പൈത്തൺ ടെക്സ്റ്റ് ഡോട്ട് റൈറ്റ് മോഡ്. നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന റീഡ് മോഡുണ്ട്, റൈറ്റ് മോഡുണ്ട്, അപ്പൻ മോഡ് ഉണ്ടാകും. അപ്പൻ മോഡ് മീൻസ് ആഡ് ചെയ്യാൻ പറ്റും. റീഡ് മോഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഓൺലി റീഡ് ദറ്റ് ഫയൽ. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഫയലിൻ്റെ കണ്ടൻറ്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് റീഡ് മോഡ് എന്നതിന് പറയാം. ഇനി റൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. പുതിയൊരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് മോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചില കേസുകളിൽ നമുക്ക് അപ്പൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൻഡ് മീൻസ് ആഡ്. അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മോഡിഫൈ ദറ്റ് ഫയൽ. മറ്റേത് റീഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ we can create a new file. Append means we can modify a file that is already created. Print pretty cool എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയും കോഡ്സിലുള്ള സാധനം എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫയലിനകത്താണ്. ഫയൽ ഈക്വൽ ടു സോഴ്സ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ സോഴ്സ് ഫയൽ ഈസ് എൻ ഒബ്ജക്റ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദി python.txt ഫയൽ. python.txt എന്ന് പറഞ്ഞ ഫയലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന ഏത് മോഡിലാണ്? റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യണം. സോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയലിനകത്തേക്ക് എന്ത് ചെയ്യും? pretty cool എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യും. ദെൻ സോഴ്സ് ഫയൽ ഡോട്ട് ക്ലോസ്. അപ്പോൾ ഫയൽ എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം ഓപ്പൺ ചെയ്ത ഫയൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഫൈനലി എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇവിടെ ക്ലോസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരിക്കലും എന്തിനകത്ത് വരില്ല? സ്ക്രീനിനകത്ത് വരില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. python.txt എന്ന് പറഞ്ഞൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദി ഫങ്ഷൻ ഓഫ് എ ഫയൽ ഇൻ എ പ്രിൻറ്റ് ഫങ്ഷൻ. ദിസ് ഈസ് ദി പേർപ്പസ് ഓഫ് എ ഫയൽ ഇൻ എ പ്രിൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെയല്ലേ. അപ്പോൾ നോർമലി ഒരു ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. ഒബ്ജക്റ്റ് കൂടാതെ നമുക്ക് എന്ത് കൊടുക്കാം? സെപ്പറേഷൻ കൊടുക്കാം, എൻഡ് ലൈൻ കൊടുക്കാം, ദെൻ എന്ത് കൊടുക്കാം? ഫയൽ കൊടുക്കാം, ദെൻ ഫ്ലഷ് കൊടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് built-in function in this chapter is eval. Eval means the short form of evaluate. So eval is a built-in function which evaluate an expression. So expression is given as an argument and eval function will evaluate that expression and finally find a final value. Expression എന്ത് ചെയ്യും? evaluate ചെയ്യും. അതെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷനായിട്ട് എന്ത് ചെയ്യും? നോർമലി വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ഇൻ സിമ്പിൾ ടേംസ് ദി eval ഫംഗ്ഷൻ റൺസ് എ പൈത്തൺ കോഡ് വിച്ച് ഈസ് പാസ്ഡ് ആസ് എൻ ആർഗ്യുമെൻറ്റ്. ആ ഇവാലുവേറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണോ അതെന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്രഷൻ ലാസ്റ്റ് ടൈം പഠിച്ചിട്ടുണ്ട്. വേരിയബിളും കോൺസ്റ്റൻറ്റും ഓപ്പറേറ്ററൊക്കെ ഉള്ളൊരു സാധനമായിരിക്കാം, ഫങ്ഷൻ ഒക്കെ ഉള്ള സാധനമായിരിക്കാം. അതെന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? It return the value of that expression. Syntax of eval is expression globals equal to none, locals equal to none. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് മാത്രം മതി? എക്സ്പ്രഷൻ മാത്രം മതി.
eval parameters. Eval function takes 3 parameters. First one is expression. The string passed and evaluated as a Python expression. ഒരു സ്ട്രിങ് പാസ് ചെയ്യുന്നത് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന സാധനം എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു എക്സ്പ്രഷനായിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ഇറ്റ് ഇവാലുവേറ്റഡ് ആൻഡ് ഫൈനലി ഇവാലുവേറ്റഡ് എക്സ്പ്രഷൻ ഈസ് റിട്ടേൺ. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫൈനലി ഇറ്റ് റിട്ടേൺസ് ദി വാല്യൂ ഓഫ് എക്സ്പ്രഷൻ. നെക്സ്റ്റ്, globals is an optional parameter in the evaluation function. അത് നോർമലി കൊടുക്കുന്നത് ഒരു ഡിക്ഷണറി ആയിരിക്കും. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി. ലോക്കൽസ് ഓപ്ഷണലാണ്. മാപ്പിംഗ് ഒബ്ജക്റ്റ് ഒന്നും പഠിക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഡിക്ഷണറി ഈസ് ദി സ്റ്റാൻഡേർഡ് ആൻഡ് കോമൺലി യൂസ്ഡ് മാപ്പിംഗ് ടൈപ്പ് ഇൻ ദി പൈത്തൺ. ഡിക്ഷണറിയാണ് നമ്മളിവിടെയും സ്പെസിഫൈ ചെയ്യുന്നത്. യൂസ് ഓഫ് ഗ്ലോബൽസ് ആൻഡ് ലോക്കൽസ് വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ ഇൻ ദിസ് ആർട്ടിക്കിൾ. നമ്മളിത് ഈ ഒരു സിലബസിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എനിവേ നമുക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം ഇവാലുവേഷൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് കൊടുത്തിരിക്കും, ഒരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കും. നോക്കാം നമുക്ക്. റിട്ടേൺ വാല്യൂ എന്താണെന്ന് നോക്കാം. ഇവാൽ ഫംഗ്ഷൻ മെത്തേഡ് റിട്ടേൺസ് ദ റിസൾട്ട് ഓഫ് ഇവാലുവേറ്റഡ് ഫ്രം ദി എക്സ്പ്രഷൻ. ഫസ്റ്റ് the expression is evaluate and the final value of this expression is returned. ഇവിടെ നോക്കി നിങ്ങൾ x is equal to 1, eval x plus 1. അപ്പോൾ എന്ത് ചെയ്യും, എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂഷൻ, ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഇതൊരു എക്സ്പ്രഷനാണ്, അത് ഇവാലുവേറ്റ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണെന്ന് അറിയാം. പ്ലസ് 1 എന്താണ്, 2 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ 2 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും, എക്സിനകത്തേക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഔട്ട്പുട്ട് വിൽ ബി 2. മനസ്സിലായില്ലേ, ഇത്രയും സിമ്പിളാണ്. ഹിയർ ഇവാൽ ഫംഗ്ഷൻ evaluates the expression x plus 1 and print is used to display the value. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് എക്സ്പ്രഷൻ print 55. x is equal to print 55. x എന്ന് പറഞ്ഞാൽ വെച്ചാൽ സ്ട്രിങ്ങിനകത്ത് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, കോസ്റ്റിൽ കൊടുക്കുന്ന എന്ത് സാധനം എന്താണ്, കോട്ട്സ് കൊടുക്കുന്ന എന്ത് സാധനം എന്താണ്, ഒരു സ്ട്രിങ് ആണ്. സിംഗിൾ കോട്ട്സിലാണെങ്കിലും ഡബിൾ കോട്ട്സിലാണെങ്കിലും അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സാധനം സ്ട്രിങ്. അപ്പം സ്ട്രിങ് വേരിയബിൾ ഈസ് അസൈൻ ടു സ്ട്രിങ് വാല്യൂ ഈസ് അസൈൻ ടു വേരിയബിൾ എക്സ്. ദെൻ ഇവാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, പ്രിൻറ്റ് 55 എന്ന് പറഞ്ഞ സാധനം ചെയ്യും. ദാറ്റ് മീൻസ് പ്രിൻറ്റ് 55 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, 55 എന്ന് പറഞ്ഞ സാധനം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ, സ്ക്രീനിൽ എന്ത് ചെയ്യും, 55 എന്ന് പറഞ്ഞ സംഭവം പ്രിൻ്റ് ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ്, സെക്കൻഡ് വൺ ഈസ് പ്രിൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ഇവാലുവേറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് മോഡൽ ഈസ് ഓവർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണൽ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, വിളിക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ക്ലാസ് മനസ്സിലാവാത്തതോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.